Hey guys, ഞാൻ ഷിഹാബ്. കുറച്ച് വർഷങ്ങളായിട്ട് Ecoagrology, Agroforestry, organic farming ഇങ്ങനത്തെ കുറേ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഷൂളഗിരി, തമിഴ്നാട് ഹൊസൂരിൽ നിന്ന് 35 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫാമിലാണ്. സാൻറ്റിറ്റി ഫെർമെ എന്ന് പറഞ്ഞൊരു ഫാമിലാണ്. ഞങ്ങൾ 2015 ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നും വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു കമ്മ്യൂണിറ്റി ഫാമാണ്. ഇവിടെ ഏകദേശം ഈ ഒരു പ്രോജക്റ്റ് മാത്രം 120ഓളം ഏക്കറാണ്. അതിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇവിടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കൃഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അവരിവിടെ സ്ഥലം വാങ്ങിച്ച് അവർക്ക് വേണ്ട കൃഷി ചെയ്ത് കൊടുക്കലാണ് എൻ്റെ പണി. അവർക്ക് വേണ്ട, അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല, ഒരു ഇക്കോസിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ചെടികളും വെച്ചു കൊടുത്ത് അവരുടെ തോട്ടങ്ങൾ നന്നാക്കിയെടുക്കലാണ് എൻ്റെ ഒരു മിഷൻ. ഇത് ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഇക്കോഅഗ്രോളജിയുടെ ഒരു മെയിൻ ടേം എന്ന് പറയുന്നത് ഫോറസ്ട്രേഷനാണ്. അതായത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്നു, വേറെ കുറേ ചെടികൾ വെക്കുന്നു, അതിൻ്റെ കൂടെ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ഇക്കോഅഗ്രോളജി എന്നുള്ളൊരു ടേമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കാടുകളൊന്നും കാണാനില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈവൻ ഒരു മല കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് കാണുമ്പോഴും അവിടെ മരത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കുറേ പാറകളാവും കാണാം. അപ്പോൾ അങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്കൊരു ഫോറസ്ട്രേഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ മഴ കുറവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ ഇങ്ങനെ ഡെൻസായിട്ട് പെട്ടെന്ന് ചെടികൾ വളരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ അല്ല. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മിയാവാക്കി എന്നുള്ള ആ ഒരു ഫോറസ്ട്രേഷൻ മോഡൽ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. അപ്പോൾ ഈ ഫോറസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വേണ്ട സ്പീഷീസും കാട്ടിലുള്ള സ്പീഷീസും വേണം. പിന്നെ അതിനെ ഒരു കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ ഈൽഡും കിട്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ ആളുകൾ അങ്ങനെ ഒരു ഫോറസ്ട്രേഷന് തയ്യാറാവും. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മളെ ഒരു 3 വർഷം മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിലെ KFRI പോയിട്ട് അവിടെയുള്ള ഒരുപാട് സ്പീഷീസ്, അത് കാട്ടിൽ വളരുന്ന കുറേ സ്പീഷീസ് നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഇരുള് എന്നൊക്കെ പറയുന്ന ഒരു മരം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പലപ്പോഴും ഫർണിച്ചറിനൊക്കെ ഉപയോഗിച്ചിട്ട് ഇരുള് നമ്മുടെ വീട്ടിൽ ആ പല മരങ്ങൾ ഇന്ന് അവർ സംരക്ഷിക്കുന്നുണ്ട്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫോറസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 150ഓളം സ്പീഷീസിനെ KFRI സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഞാൻ പോകുന്നു, അവിടുന്ന് കുറേ ചെടി കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ ചെറിയ ചെറിയ മൈക്രോ ഫോറസ്റ്റിൽ ഇതിൽ വെക്കുന്നു. അതങ്ങനെ കാടായി വളരുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് യൂണിറ്റ്സ്, ഇപ്പോൾ നമ്മുടെ ഈ പ്രോജക്ട്സിൻ്റെ അകത്ത് തന്നെ പല ആളുകളുടെ അടുത്തും ചെറിയ 400 സ്ക്വയർ ഫീറ്റിൻ്റെ, അതായത് 1 സെൻറ്റിൻ്റെ താഴെയുള്ള ചെറിയ കാടുകൾ. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കാട്, ഒരു 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കാട് ഓരോ ആളുകളും വെച്ച് കഴിഞ്ഞാൽ ഈ 120 ഏക്കറിൽ അത്രയും കാടുകൾ ഉണ്ടാവും. ചെറിയ എക്കോസിസ്റ്റം പല ഭാഗങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ഒരു കാടായി ആ കാട്ടിലൂടെ ഓരോരുത്തരും ഓരോ പ്ലാന്റിനെയും കൺസർവേറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ KFRI പോയി അവിടുന്ന് 118 സ്പീഷീസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ അതിനെ കൺസർവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സ്പീഷീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടും ഓരോ സ്പീഷീസിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്താണ്, പിന്നെ ആ പ്ലാന്റിന് പണ്ട് നമ്മളൊക്കെ ആരെങ്കിലും അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഇനിയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷന് ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു അവയർനെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഏകദേശം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ചെറിയ കാടുകളും പിന്നെ ആ കാടുകളിൽ നമ്മൾ കേൾക്കാത്ത കുറേ മരങ്ങൾ ഇങ്ങനെ വളരുമ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷന് ഒരു അവയർനെസ് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഓരോ പ്ലാന്റിനെയും കുറിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളും ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലാൻഡ് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തുള്ള ചെറിയ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്കറിയാലോ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഫോറസ്ട്രേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ആളുകൾക്കില്ല. ഒരുപാട് കാടുകൾ നശിച്ചു പോകുന്നു. അതുപോലെ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് ലോകത്ത് ഉടനീളം ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം. അപ്പോൾ അതിന് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ മൺസൂണ് വളരെ നല്ല രീതിയിൽ പെയ്യേണ്ട ഒരു സമയമാണ്. ഏകദേശം ഓഗസ്റ്റ് എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ വർഷം ഇവിടെ ഒരു മഴ പോലും കിട്ടിയിട്ടില്ല. ഒരു മഴ പോലും മൺസൂണിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് ഫോറസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ട് ആ എക്കോസിസ്റ്റം ഉണ്ടാക്കലും അതിലൂടെ കാടുകൾ ഉണ്ടാകുകയും
ഈ നമ്മുടെ ഇവിടുത്തെ ഒരു നല്ല എക്കോസിസ്റ്റം ഫോം ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ വാട്ടർ ടേബിൾ പോലത്തെ പല കാര്യങ്ങൾക്കും പല മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത്.